ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നാഹൂം പ്രവചനം 1-ാം അധ്യായം 7-ാം വാക്യത്തിൽ യഹോവ നല്ലവനും കഷ്ടദിവസത്തിൽ ശരണവുമാകുന്നു, തങ്കൽ ആശ്രയിക്കുന്നവരെ അവൻ അറിയുന്നു. രാവിലെ സമയം ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, യഹോവയിൽ ആശ്രയിക്കുന്നവരെ യഹോവയെ അറിയുന്നു. അവൻ നമ്മുടെ പാപങ്ങൾക്ക് തക്കവണ്ണം നമ്മോട് ചെയ്യുന്നില്ല, നമ്മുടെ അകൃത്യങ്ങൾക്ക് തക്കവണ്ണം നമ്മോട് പകരം ചെയ്യുന്നതുമില്ല. ഏതൊരു സമയത്തും തങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് കടന്നു വന്ന് നിങ്ങളുടെ മനസ്സുകളെ തുറന്ന് ദൈവത്തോട് സംസാരിക്കുന്നുവെങ്കിൽ, നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ, നമ്മുടെ ജീവിതത്തിൻ്റെ കുറവുകളെ ഏറ്റുപറയുന്നുവെങ്കിൽ, യഹോവയിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കുന്നുവെങ്കിൽ, രാവിലെ സമയം നിങ്ങളുടെ ജീവിതത്തിനൊരു വലിയ സമാധാനം ദൈവം നൽകിത്തരും. ഒരിക്കൽ നിനവേ പട്ടണം വലിയ അകൃത്യം ചെയ്ത് യഹോവയാം ദൈവത്തെ വല്ലാതെ കോപിപ്പിച്ചു. എന്നാൽ ഒരു പ്രവാചകൻ നിമിത്തമായി പട്ടണത്തോട് വിളിച്ചു പറഞ്ഞു, യഹോവ നിങ്ങളെ നശിപ്പിക്കാൻ പോകുകയാ, നിങ്ങളുടെ പാപവും അകൃത്യവും അതികഠിനമായിരിക്കുന്നു. വാർത്ത കേട്ട രാജാവ് മുതൽ സകല ജനവും ഒരുമിച്ച് ദൈവസന്നിധിയിൽ ദൈവത്തോട് പക്ഷപാതം ചെയ്യുവാനിരുന്നു. അവരുടെ അകൃത്യങ്ങളെ അവർ ഏറ്റുപറഞ്ഞു, അവരുടെ കുറവുകളെ അവർ സമ്മതിച്ചു. ദൈവത്തോട് അവരുടെ മൃഗങ്ങൾ ഉൾപ്പെടെ സകലതും ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. യഹോവയായ ദൈവം അവരുടെ അകൃത്യങ്ങളെ പിന്നെ ഓർത്തില്ല, ആ പട്ടണത്തെ ദൈവം വിടുവിച്ചു എന്ന് നമുക്ക് കാണുന്നു. ഇന്ന് രാവിലെ സമയം നമ്മുടെ ജീവിതത്തിൻ്റെ കുറവുകളെ ദൈവത്തോട് ഏറ്റുപറയുന്നെങ്കിൽ, നിങ്ങളുടെ രോഗം അതികഠിനമായിരുന്നാലും, നിങ്ങളുടെ പ്രതികൂലമായ സാഹചര്യം ആർക്കും ചെയ്യാൻ കഴിയാത്തതായിരുന്നാലും, നിങ്ങളുടെ പ്രശ്നം നിങ്ങളുമായി സഹകരിക്കേണ്ട ചിലർ ഉണ്ടാക്കുന്ന പ്രതികൂല സന്ധികൾ, നിങ്ങൾക്ക് വരേണ്ട ചില നന്മകൾ, വഴിമാറിപ്പോയ ചില അനുഭവങ്ങൾ, ഇവയ്ക്കെല്ലാമുള്ള പരിഹാരം സർവശക്തനായ ദൈവത്തിൻ്റെ പക്കലുണ്ട്. നാം ചെയ്യേണ്ട ഒറ്റ കാര്യം, നമ്മുടെ അകൃത്യങ്ങളെയും പാപങ്ങളെയും ഏറ്റുപറഞ്ഞ് ദൈവത്തെങ്കിലേക്ക് അടുക്കുന്നുവെങ്കിൽ ദൈവം നമ്മുടെ അടുക്കിലേക്ക് അടുത്തു വരും. ദൈവം തരുന്ന വിടുതൽ ഈ ലോകത്തിലെ വിടുതൽ മാത്രമല്ല, ഇപ്പോൾ നഷ്ടമായിരിക്കുന്ന ആരോഗ്യമോ, ഇപ്പോൾ നഷ്ടമായിരിക്കുന്ന ഭൗമികമോ സമാധാനമോ മാത്രമല്ല പ്രിയപ്പെട്ടവരെ, കർത്താവിലേക്ക് അടുത്തു വരുന്നവരെ നിത്യസമാധാനത്താൽ ദൈവം നിറയ്ക്കും. മാത്രമല്ല, എന്നേക്കും ഒരുക്കിയിരിക്കുന്ന ഒരു നിത്യതയിലേക്ക് കടന്നു ചെല്ലുവാൻ തക്കവണ്ണം ദൈവം നമ്മെ പ്രാപ്തമാക്കുന്നത് ദൈവവുമായുള്ള ബന്ധത്തിലാണ്. രാവിലെ സമയം ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, കർത്താവുമായുള്ള ബന്ധം വിച്ഛേദിച്ചായിരിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുവെങ്കിൽ ഈ ദൈവത്തെങ്കിലേക്ക്, അതായത് നിങ്ങളുടെ പാപങ്ങൾ അതികഠിനമായിരുന്നാലും അതിചുവപ്പായിരുന്നാലും അതിനെ പഞ്ഞുപോലെ വെളുപ്പിക്കുന്ന ദൈവകൃപ രാവിലെ വെളിപ്പെട്ടു. ആകയാൽ കർത്താവിനോട് അടുത്ത് വരുക. ദൈവം നമ്മെ